ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ 9 കാര്യങ്ങൾ മീനിങ്ലെസ് ആണ്. മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ 9 കാര്യങ്ങൾ അർത്ഥമില്ലാത്തതാണ്. 1, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയുള്ള പഠിപ്പീര് അർത്ഥമില്ലാത്തതാണ്. 2, പ്രസംഗം, ക്രിസ്തുവിനെ പറ്റി പ്രസംഗിക്കുന്നത് മീനിങ്ലെസ് ആണ്. 3, നമ്മുടെ വിശ്വാസം മീനിങ്ലെസ് ആണ്. 4, അപ്പോസ്തലന്മാർ സാക്ഷികൾ കള്ളന്മാരാണ്. 5, പാപത്തിൽ നിന്നുള്ള രക്ഷയെ പറ്റിയുള്ള വിശ്വാസം മീനിങ്ലെസ് ആണ്. 6, നീതിമാന്മാർക്ക് പ്രത്യേക പ്രതിഫലമുണ്ടെന്നും ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടെന്നുമുള്ള പഠിപ്പീര് അവർ ദുഷ്ടന്മാരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്നു എന്ന പഠിപ്പീര് മീനിങ്ലെസ് ആണ്. 7, വിശ്വാസികൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ പഠിപ്പീരിൽ വിശ്വസിച്ച് ജീവിതം കർത്താവിന് വേണ്ടി ഒരുക്കുന്ന പ്രിയപ്പെട്ടവർ മറ്റുള്ളവരുടെ ദയ, സിമ്പതി അർഹിക്കുന്നവരാണ്. ദേ ആർ പീപ്പിൾ ടു ബി പിറ്റി എന്ന് പറഞ്ഞാൽ ചുമ്മാതെ ഇതെല്ലാം മാറ്റിവെക്കുകയാണ്. 8, എന്താ, ജാതികൾ പോലും ചെയ്യുന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം അത് വെറും അർത്ഥ ശൂന്യമായി മാറ്റപ്പെടുന്നു. 9, ക്രിസ്തുവിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, പ്രയാസപ്പെടുന്ന ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങളെല്ലാം അർത്ഥമില്ലാത്തതായിട്ട് മാറ്റപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ മീനിങ്ലെസ് ആയി മാറ്റപ്പെടുന്നു മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ. 20-28 വാക്യങ്ങൾ നിങ്ങളൊന്ന് നോക്കിയാൽ 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, എന്തുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിൽ നമ്മൾ വിശ്വസിക്കണം? വാട്ട്സ് ദ റാഷണാലിറ്റി? റാഷണാലിറ്റി എന്താണ്? മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് വിശ്വസിക്കണം. എന്തുകൊണ്ട്? ഒന്ന് വായിക്കാമോ? അതെ, എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഓരോരുത്തരും തന്താന നിലയിലത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കൽ, പിന്നെ അവസാനം. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യപിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. 21-22 വാക്യങ്ങൾ താൻ ആദ്യത്തെ റീസൺ പറയുകയാണ്. മരണം ഭൂമിയിലേക്ക് പ്രവേശിച്ചത് ആദ്യ മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ മരണം ആദ്യ മനുഷ്യനാൽ പ്രവേശിച്ചെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പ് സെക്കൻഡാണ്. രണ്ടാമത്തെ ആദമിലൂടെ എന്ത് സംഭവിക്കണം? ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കണം. അപ്പൊ ആദ്യ മനുഷ്യനിലൂടെ മരണം സംഭവിച്ചെങ്കിൽ രണ്ടാം മനുഷ്യനിലൂടെ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കണം. 23 മുതൽ 28 വരെ ഉള്ള വാക്യങ്ങളിൽ റിസറക്ഷന്റെ ഒരു ഓർഡർ അവിടെ തരുന്നുണ്ട്. റിസറക്ഷന്റെ ഓർഡർ അല്ലെ? 23-28. ആദ്യമായിട്ട് ക്രിസ്തു, അടുത്തത് പിന്നെ ക്രിസ്തുവിനുള്ളവർ. അപ്പം ഉയർത്തെഴുന്നേൽപ്പ് ഇനി 2 ആയിട്ട് നടക്കാൻ പോവുകയാണ്. അതിന്റെ ഓർഡർ അവൻ പറയുകയാണ്, പൗലോസ് പറയുകയാണ്. ആദ്യം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, രണ്ടാമത് ആര് ഉയർത്തെഴുന്നേൽക്കണം? ക്രിസ്തുവിന്റെ വരവിങ്കൽ ക്രിസ്തുവിൽ മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കണം. പിന്നീട് നമ്മൾ കാണുന്നുണ്ട് ഓരോ ഉയർത്തെഴുന്നേൽപ്പിന്റെ സിസ്റ്റം. എന്നിട്ട് ലാസ്റ്റിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് പറയുന്നുണ്ട്. ആര്? ദുഷ്ടന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പ്, വെള്ളസിംഹാസനത്തിന് മുൻപാകെ നിൽക്കാനായിട്ടുള്ള ഉയർത്തെഴുന്നേൽപ്പ്, ന്യായവിധിക്ക് വേണ്ടി നിൽക്കാനായിട്ടുള്ള. അപ്പം ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കാനാണെങ്കിൽ, രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പ്, ദുഷ്ടന്മാർക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ്, വെള്ളസിംഹാസനത്തിന് മുൻപാകെ ന്യായവിധിക്കായി നിൽക്കാനുള്ള ഉയർത്തെഴുന്നേൽപ്പ്. ആദ്യത്തെ രണ്ടും വ്യത്യാസം ഇതാണ്. ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ കണ്ടംനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ആദ്യത്തെ ഉയർത്തെഴുന്നേൽപ്പിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ അവിടെ ഉള്ളത് മുഴുവൻ എന്താ? പ്രതിഫല വിഭജനമാണ്. കർത്താവിന്റെ മക്കൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ സന്നിധിയിലുള്ളത് ഒരു മനുഷ്യനും ശിക്ഷിക്കപ്പെടുന്നില്ല. ആ ന്യായാസനത്തിന് മുൻപാകെ അവിടെ ഉള്ളത് മുഴുവൻ പ്രതിഫലം കൊടുക്കുകയും ക്രൗൺ, കിരീടങ്ങൾ കൊടുക്കുകയും. അതിൽ കർത്താവിന്റെ, കാരണം അന്ന് കർത്താവിന്റെ മുൻപാകെ നിൽക്കുന്നത് ആര് മാത്രമേ ഉള്ളൂ? നീതിമാന്മാർ മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ മക്കൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ കണ്ടംനേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല, ശിക്ഷിക്കുന്ന ഒരു സാധനം ഇല്ല. എന്നാൽ ലാസ്റ്റിലെ
വെള്ളസിംഹാസനത്തിന് മുൻപാകെ നിൽക്കുമ്പോൾ പ്രതിഫലം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. ഏതാ? രക്ഷ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. പിന്നെന്താ ചെയ്യുന്നേ? ന്യായവിധിയുള്ളൂ. കൺവിൻസ് ചെയ്തിട്ട് ന്യായവിധിക്കായിട്ട് തള്ളുകയാണ്. ഇത് രണ്ടും, അപ്പൊ ഈ രണ്ട് ഉയർത്തെഴുന്നേൽപ്പിലും നടക്കുന്ന വ്യത്യാസം ഇതാണ്. ദൈവമക്കളുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ പ്രതിഫലം വിതരണമാണെങ്കിൽ, ദുഷ്ടന്മാരുടെ ഉയർത്തെഴുന്നേൽപ്പിൽ ദൈവത്തിന്റെ വെള്ളസിംഹാസനത്തിന് മുൻപാകെ ശിക്ഷയുടെ ന്യായവിധിയാണ് നടക്കുന്നത്. അന്ന് രക്ഷ എന്ന് പറയുന്നത് ആർക്കും ഉണ്ടായിരിക്കും. ഇതാണ് പൗലോസ് ആ ഓർഡർ അവിടെ പറയുന്നു. ക്രിസ്തു ആദ്യം ഉയർത്തെഴുന്നേറ്റു ആദ്യപരമായിട്ട്. രണ്ടാമത്, അപ്പൊ അത് തന്നെയാണ് ഗ്യാരണ്ടി. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് ചോദിച്ചാൽ എന്താ ഗ്യാരണ്ടി? ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് അത് കർത്താവ് തെളിയിച്ചു കൊടുക്കും. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവം മരിച്ചവരെ എന്ത് ചെയ്യുമെന്ന്? ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ ദൈവത്തിനുള്ളവർ, ക്രിസ്തുവിനുള്ളവർ മരിച്ചാലും അവർ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് നിശ്ചയമാണ്. അതാണ് ആ ഗ്യാരണ്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മറ്റൊരു മെസ്സേജിൽ ഞാൻ പറഞ്ഞു, ഈവൻ ഭാവിയിൽ ഒരു ഗ്ലോറിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് കർത്താവ് താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തെളിയിച്ചു കൊടുത്തു. അല്ലേ? എവിടെയാണെന്നറിയാം? ദ മൗണ്ട് ട്രാൻസ്ഫിഗറേഷൻ, രൂപാന്തരമലയിൽ തെളിയിച്ചു കൊടുത്തു. ഒന്ന്, കർത്താവ് തന്നെ തേജസ്കരിക്കപ്പെട്ടെന്ന് മാത്രമല്ല, ഇവിടുന്ന് പോയവർ തേജസ്കരിക്കപ്പെട്ടവരായി തിരിച്ചു വന്നു. അല്ലെ? തേജസ്സോടുകൂടി അവര് തിരികെ വന്നു. അപ്പൊ തിരികെ വന്നിട്ട് അത് ശിഷ്യൻ, അതും അതിന്റെ കോണ്ടക്സ്റ്റ് ഉണ്ട്. ഞാൻ അന്ന് സംസാരിച്ചപ്പോ പറഞ്ഞു, ജീവിതത്തിൽ കഷ്ടത്തെ പറ്റി മൊത്തം പഠിപ്പിച്ചിട്ട് വന്നിട്ടാണ്, ഈ കഷ്ടത്തിനൊരു പ്രതിഫലം ഉണ്ടെന്ന് പഠിപ്പിച്ച് വന്നിട്ടാണ് അവരെടുത്തോട്ട് കൊണ്ടുപോകുന്നത്, രൂപാന്തര മലയിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ ക്രിസ്തുവിന് വേണ്ടി ഇവിടെ ജീവിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന കഷ്ടത്തിന്, ക്രിസ്തുവിന് വേണ്ടി സഹിക്കുന്ന നിന്ദയ്ക്ക്, ക്രൂശിന്റെ മാർഗത്തിന് ഒരു തേജസ്കരിക്കപ്പെടുന്ന അനുഭവം ഉണ്ടെന്ന്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ കർത്താവ് ചെയ്തപ്പോ എല്ലാ ശിഷ്യന്മാരെ പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അവർ പിന്മാറി പോകാതിരിക്കാനുള്ളതെല്ലാം കർത്താവ് പഠിപ്പിച്ചിട്ട്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എങ്കിൽ ഇടറി പോകാതിരിക്കേണ്ടതിന് ഞാൻ ഇത് മുന്നമേ നിങ്ങളെ അറിയിക്കുകയും. അപ്പൊ ഞാൻ പോയാലും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇടറിപ്പോകാൻ പാടില്ല. അപ്പൊ അവർക്കുണ്ടാകുന്ന തേജസ്കരിക്കപ്പെടുന്ന അനുഭവത്തെ പോലും ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോ തന്റെ ശിഷ്യന്മാരെ ട്രാൻസ്ഫിഗറേഷൻ, മൗണ്ട് ട്രാൻസ്ഫിഗറേഷനിലേക്ക് കൊണ്ടുപോയിട്ട് ഇവിടുന്ന് പോയവർ തേജസ്കരിക്കപ്പെട്ട് വന്ന് തിരികെ വന്ന് സംസാരിക്കുന്നത് അവരെ കാണിച്ചു കൊടുത്തിട്ടാ കർത്താവ് ഉയർത്തെഴുന്നേറ്റത്. അപ്പൊ അങ്ങനെ ഒരു അനുഭവം കർത്താവ് വ്യക്തമായി തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. ആ ഓർഡർ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ച പോലെ അടുത്ത ഭാഗത്തിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അപ്പം 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങളിലെ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ്. 35 മുതൽ അടുത്ത മേജർ ഭാഗം, രണ്ടാമത്തെ മെയിൻ ഭാഗം, 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ ഉയർത്തെഴുന്നേറ്റവരുടെ ശരീരം എങ്ങനെ ഇരിക്കുമെന്ന്, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവരുടെ അനുഭവം എന്തായിരിക്കും, ശരീരം എന്തായിരിക്കും. അതിൽ 35 തൊട്ട് 41 വരെ, അതിൽ 36 തൊട്ട് 38 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാൽ. It's just like a grain that is planted. നമുക്ക് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പല ചിന്തകൾ വരും. കല്ലറ പൊട്ടിച്ച് ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കൊണ്ടുവെക്കുന്ന ബോഡി അതുപോലെ എഴുന്നേറ്റ് വരികയാണോ, ആ ശരീരത്തോടു കൂടെ വരികയാണോ, ആ ഫ്ലഷോട് കൂടെ വരികയാണോ, നമ്മുടെ ചുക്കിച്ചുളിഞ്ഞ, പ്രായമാകുമ്പോൾ ചുളിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ വീക്കായിട്ടുള്ള ബോഡി, നമ്മുടെ ബലഹീനമായ ശരീരം, ഇതുകൊണ്ടൊക്കെ അതുപോലെ അതിന് പൗലോസ് പറയുകയാണ്, ഒരു വിത്ത് വിതച്ചു, ആ വിത്ത് എന്ത് ചെയ്യുന്നു? നശിക്കുന്നു. പിന്നെ അത് കിളുത്തു വരുമ്പോ ആ വിത്തല്ല കയറി വരുന്നത്, ആ വിത്തിന് രൂപാന്തരം പ്രാപിച്ചിട്ട് മറ്റൊരു ഫോമിലാണ് അത് ചെയ്യുന്നത്, കയറി. അത് വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് 36, 38 ഒന്നുകൂടെ വായിച്ചു. Unless it dies. And what you sow, you do not sow that body that shall be mere grain, perhaps wheat or some other grain. അപ്പൊ നീ